Welcome back. So, today we are going to discuss the second part in which we are going to cover the last four poems. ഇന്ന് നമ്മൾ കവർ ചെയ്യുന്നത് The Ball Poem, Amanda, Folk and For and Gregory. Okay. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം The Ball Poem written by John Berryman. അപ്പോൾ ബോൾ പോം എന്ന് പറയുമ്പോൾ തന്നെ ബോളിനെ കുറിച്ചുള്ള പോമാണ് അല്ലേ, വളരെ ചെറിയൊരു കാര്യം, ഒരു ബോൾ. പക്ഷേ അതിൻ്റെ ടോൺ എന്ന് പറയുന്നത് സോംബറാണ്. അതായത് ഇതിന് ഡീപ്പ് സീരിയസ്നെസ് ആണുള്ളത്. ഇതിനകത്ത് നമുക്ക് ഈ ഒരു ബോളിലൂടെ ഒരു വലിയ ഇമ്പോർട്ടൻറ്റ് ഫാക്ട് ഓഫ് ലൈഫ് ഈസ് ബീങ് പുട്ട് ഫോർവേഡ് ബൈ ദ പോയിറ്റ് അല്ലേ. ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്റ്റ് ആണ് അവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ഇവിടെ. അതുകൊണ്ട് തന്നെ നമുക്ക് അതിന് സീരിയസ്നെസ് ഉണ്ടെന്ന് പറയാം. അറ്റ് ദ സെയിം ടൈം സോറോ ഉണ്ട്. സോറോ എന്ന് പറയുന്നത് എന്താണ്? പല കാര്യങ്ങളിലുള്ള സോറോ ആണ്. എന്താണ് ഈ ബോൾ കാണിക്കുന്നത്? ഈ ബോൾ എന്നുള്ള ആ ഒരു സിമ്പിൾ എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ബോൾ എന്നുള്ളത് ഈ കുട്ടിയുടെ അവിടെ ഒരു ഈ പോയത്തിനകത്ത് നമ്മുടെ പോയറ്റ് എന്ന് പറഞ്ഞ സ്പീക്കറും പിന്നെ ഒരു കുട്ടിയെയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പം ആ കുട്ടിക്ക് ബോൾ നഷ്ടപ്പെടുന്നതാണ്. പക്ഷെ ആ ഒരു നഷ്ടത്തിലൂടെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ട് ഓഫ് ലൈഫ് അവൻ പഠിക്കുകയാണ്. എന്താണ്? ലോസ് ഓഫ് എന്താണ് എന്താണ് ലോസ് എന്താണെന്നും അതിനെ അക്സെപ്റ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നും. അതായത് ലോസ് എന്നുള്ളത് പാർട്ട് ഓഫ് ലൈഫാണ്, അത് നമുക്ക് ഇന്നവിറ്റബിൾ ആണ്, അത് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. അപ്പം അത് പക്ഷെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. ആ ലോസ് എന്ന് പറയുന്നത് ഓൾ ദി തിങ്സ് വിച്ച് വി വാല്യൂ ഇൻ അവർ ലൈഫ്. അത് ചില വ്യക്തികളാവാം, അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടപ്പെട്ട മെറ്റീരിയൽ പൊസിഷൻസ് ആവാം. എന്താണെങ്കിലും നഷ്ടങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാണെന്നുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ലെസൺ ഈ ഒരു ബോളിന്റെ നഷ്ടപ്പെടുത്തലിലൂടെ ആ കുട്ടി മനസ്സിലാക്കുന്നു എന്നാണ് പോയറ്റ് പറയുന്നത്. അത് ഓൾസോ നമുക്ക് വേറൊരു കാര്യം കൂടെ പറയാം ഇതിനകത്ത്. ഈ കുട്ടി ഈ ഇമേജറി ഓഫ് എ ബോൾ ടു അണ്ടർസ്റ്റാൻഡ് ദ നേച്ചർ ഓഫ് ലോസ് ആൻഡ് അക്സെപ്റ്റൻസ്. അറ്റ് ദ സെയിം ടൈം ഈ കുട്ടിയുടെ ലോസ് ഓഫ് ചൈൽഡ്ഹുഡ് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ഇന്നസെൻസും നഷ്ടപ്പെടുന്നു, അവൻ ഗ്രോ ചെയ്യുന്നു, അവന്റെ ഗ്രോയിങ് അതും കൂടെ പോയറ്റ് ഇതിൽ കൂടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഈ പോയത്തിന് പ്രത്യേകിച്ച് ഒരു റൈം സ്കീമും ഇല്ല. ഇറ്റ്സ് റിട്ടൺ ഇൻ ഫ്രീ വേഴ്സ്. ഓക്കെ. ഇനി നമ്മൾ പറഞ്ഞല്ലോ ഇതിനകത്തെ സിംബലിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ബോളാണ്. ബോൾ എന്ന് പറഞ്ഞ് സിംബലൈസ് ചെയ്യുന്നത് കുട്ടിയുടെ ചൈൽഡ്ഹുഡിന്റെ ലോസ് അല്ലെങ്കിൽ ഇന്നസെൻസിന്റെ ലോസ്, ആൾസോ അറ്റ് ദ സെയിം ടൈം ലോസ് ഓഫ് തിങ്സ് ഓർ പേഴ്സൺസ് വിച്ച് ഹും വി വാല്യൂ ഇൻ അവർ ലൈഫ്. അതാണ് ബോൾ പോയത്തിലെ സിംബൽ എന്ന് പറയുന്നത്. അപ്പം ഇനി ചില ലൈൻസ് അതിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുകയാണ്. വലിയൊരു ഫാക്ടറാണ് ഇവിടെ നമ്മൾ പറയുന്നത് അല്ലെ, എപ്പിസ്റ്റമോളജി ഓഫ് ലോസ് അല്ലെ. ഇപ്പൊ ബോൾസ് വിൽ ബി ലോസ്റ്റ് ഓൾവേസ്, അങ്ങനെ ഒരു ലൈൻ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. ബോൾസ് വിൽ ബി ലോസ്റ്റ് ഓൾവേസ് ലിറ്റിൽ ബോയ് അഡ്രസ് ചെയ്ത് പോയിട്ട് പറയുന്നതായിട്ടാണ് വന്നിരിക്കുന്നത്. ബോൾസ് വിൽ ബി ലോസ്റ്റ് ഓൾവേസ്. എന്താണ് ബോൾസ് വിൽ ബി ലോസ്റ്റ് ഓൾവേസ് എന്ന് വെച്ചാൽ പറഞ്ഞ കാര്യം തന്നെ. ലോസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ അൺഅവോയ്ഡബിൾ തിങ് ഇൻ ലൈഫ്. ഇന്നെവിറ്റബിൾ എന്ന് പറഞ്ഞാൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ്. ഇതിന്റെ കൂടെ തന്നെ ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. പോയിറ്റ് എന്ന് പറഞ്ഞാൽ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഏജ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം ഒരു എക്സ്പീരിയൻസ്ഡ് ഫിഗർ ആണ്. അദ്ദേഹം ലൈഫിൽ ഈ പെയിൻ എല്ലാം എൻജോയ് ചെയ്ത് സഫർ ചെയ്ത് കഴിഞ്ഞ ആളാണ്. അതിനെ എല്ലാം ഓവർകം ചെയ്ത ആളാണ്. അങ്ങനെ എക്സ്പീരിയൻസ് ഉള്ള ഒരാള് ഒരു കൊച്ചുകുട്ടിയെ എന്താണ് കൊച്ചുകുട്ടിയോട് പറഞ്ഞു കൊടുക്കുകയാണ്, this is part of life, this you have to understand and how to move on എന്നാണ് പോയം എക്സ്പ്രസ് ചെയ്യുന്നത്. ഓക്കെ. ഇനി all his young days into the harbor എന്നൊരു ലൈൻ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. all his young days into the harbor എന്താണ്? ബോള് റോൾ ചെയ്ത് പോയല്ലോ. The poet uses this metaphor to draw a comparison between the lost ball and the loss of the boy's childhood and experience. ഈ ബോള് പോകുന്നത് പോലെ തന്നെ ആ കുട്ടി വലുതാവുന്നു. അവൻ വലുതായി അവന്റെ കയ്യിൽ നിന്ന് അവന്റെ ആ ചൈൽഡ്ഹുഡും അവന്റെ ഇന്നസെൻസും എല്ലാം നഷ്ടപ്പെടുന്നു. ആ ഒരു ഗ്രോയിങ് അപ്പ് എന്നൊരു കാര്യത്തിനെയും കൂടെ, മെച്ചുവേർഡ് ആവുന്നു എന്നുള്ളതിനെയും കൂടെ ഇതിൽ കൂടെ പോയറ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒത്തിരി ലൈൻസ് ഉണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയമാണിത്. ഇവിടെ മണി ഈസ് എക്സ്റ്റേണൽ എന്ന് പറയുന്ന ഒരു ലൈൻ ഉണ്ട്. മണി ഈസ് എക്സ്റ്റേണൽ അല്ലെ. എന്താണ് മണി ഈസ് എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് വെരി സൂപ്പർഫിഷ്യൽ. അതുകൊണ്ട് നമുക്ക് എല്ലാം ഒന്നും വാങ്ങാൻ പറ്റില്ല അല്ലെ. ഫീലിങ്സും ഇമോഷൻസും ഒന്നും തന്നെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റില്ല അല്ലെ. നമുക്ക് മെറ്റീരിയൽ തിങ്സ് അല്ലെങ്കിൽ വേർഡ്ലി തിങ്സ് പർച്ചേസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇമോഷൻസിനും ഫീലിങ്സിനും ഒന്നും മണിയായിട്ട് ഒരു റിലേഷനും ഇല്ല എന്നാണ് പോയറ്റ്
പറയുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് പോയം ഈസ് സോംബർ, ടോൺ ഈസ് സോംബർ. കാരണം സീരിയസ്നെസ്സും ഉണ്ട്, സങ്കടവുമുണ്ട്, നഷ്ടപ്പെടലിന്റെ ദുഃഖവും ഉണ്ട്. ഓക്കെ, അപ്പൊ രണ്ട് ഇമ്പോർട്ടന്റ് ലൈൻസ് നമ്മൾ പറഞ്ഞു. ഇനി ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന poetic device, so many poetic devices have been used in this form. ആദ്യം വരുന്നത് അനഫോറ. അനഫോറ നമ്മൾ പറഞ്ഞു repetition of a word at the beginning of the consecutive lines. What is the boy now എന്ന് പറയുമ്പോൾ what is the boy ഇതിനകത്ത് word എന്നുള്ള word in the second line also the word is being repeated. Then repetition is there. Repetition, what എന്നുള്ള word repeat ചെയ്തിരിക്കുന്നു, balls എന്നുള്ള word, and again how to stand up എന്നുള്ള word, ആ ഒരു phrase 2 times വന്നിട്ടുണ്ട്, how to stand up. അടുത്ത ട്രാൻസ്ഫേർഡ് എപ്പിതെറ്റ്. എന്താണ് ട്രാൻസ്ഫേർഡ് എപ്പിതെറ്റ്? ഒരു വേർഡിനെ മെൻഷൻ ചെയ്യേണ്ട അഡ്ജക്റ്റീവിനെ വേറൊരു വേർഡിന്റെ കൂടെ ക്ലബ് ചെയ്യുന്നതാണ് ട്രാൻസ്ഫേർഡ് എപ്പിതെറ്റ്. ട്രാൻസ്ഫേർഡ് എപ്പിതെറ്റ് എന്താണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് വേറൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ട്രാൻസ്ഫേർഡ് എപ്പിതെറ്റിന്റെ എക്സാമ്പിൾ ഈ ലൈനിൽ ഇവിടെ വരുന്നുണ്ട്. ഡെസ്പെറേറ്റ് ഐസ്. എവിടെയാണ്? ഹി ഈസ് ലേണിംഗ് വെൽ ബിഹൈൻഡ് ഹിസ് ഡെസ്പെറേറ്റ് ഐസ്. ഐസ് ഡെസ്പെറേറ്റ് എന്ന് ഇവിടെ പറയുന്നു, ബട്ട് ആക്ച്വലി ഹൂ ഈസ് ഡെസ്പെറേറ്റ്? ഡെസ്പെറേറ്റ് എന്ന് പറഞ്ഞാൽ സാഡ് എന്നുള്ള മീനിങ്ങിൽ ഡിപ്രസ്ഡ് എന്നുള്ളൊരു മീനിങ് ആണ്. അപ്പൊ ആരാണ് ഡെസ്പെറേറ്റ്? ബോയ് ആണ് ഡെസ്പെറേറ്റ്. പക്ഷെ ഐസ് മാത്രം ഡെസ്പെറേറ്റ് എന്ന് ഇവിടെ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നു. ഡെസ്പെറേറ്റ് ബോയ് എന്ന് പറയുന്നതിന് പകരം ഡെസ്പെറേറ്റ് ഐസ് എന്ന് മെൻഷൻ ചെയ്തിരിക്കുന്നു. അപ്പൊ ബോയ്ക്ക് റെഫർ ചെയ്യേണ്ട അഡ്ജക്റ്റീവിനെ എടുത്ത് ഐസിന്റെ കൂടെ ക്ലബ് ചെയ്തിരിക്കുന്നു. ദാറ്റ് ഇസ് ആൻ എക്സാമ്പിൾ ഫോർ ട്രാൻസ്ഫേർഡ് എപ്പിതെറ്റ്. നൗ മെറ്റഫർ. All his young days into the harbor. ആ ഒരു ഫ്രേസ് നമ്മൾ ഓൾറെഡി ഡിസ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞു. യങ് ഡേയ്സ്. യങ് ഡേയ്സ് എന്ന് പറയുമ്പോൾ ബോൾ പോകുന്നു. ആ ബോൾ റെപ്രസെന്റ് ചെയ്യുന്നത് അവന്റെ ഇന്നസെൻസ്, അവന്റെ ചൈൽഡ്ഹുഡ് ഒക്കെയാണ് എന്നാണ്. അടുത്തത് എൻജോയ്മെന്റ്. ഓൾറെഡി പറഞ്ഞതാണ് എന്താണ് എൻജോയ്മെന്റ് എന്ന്. അപ്പൊ ഇവിടെയുള്ള എൻജോയ്മെന്റിന്റെ ലൈൻസ് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. An ultimate shaking grip fixes the boy as he stands rigid, trembling, staring down all his young days into the harbor where his ball went. ഈ 4 ലൈൻസ്. അപ്പൊ an ultimate സ്റ്റാർട്ട് ചെയ്ത് വെന്റ് വരെ ഇൻ ബിറ്റ്വീൻ നോ പങ്ക്ച്വേഷൻ മാർക്ക്, 1 ലൈൻ റൺസ് ഓൺ ടു ദ നെക്സ്റ്റ്. അതാണ് എൻജോയ്മെന്റ്. ആൻഡ് ദ ലാസ്റ്റ് poetic device ഈസ് apostrophe. apostrophe എന്ന് പറയുമ്പം അഡ്രസ്സീവ് ആണ്. ആരെ? ലിറ്റിൽ ബോയ് അഡ്രസ് ചെയ്യാണ്. പക്ഷെ ബോയ് ആയിട്ടൊരു കോൺവെർസേഷനോ അല്ലെങ്കിൽ ബോയ് അത് കേൾക്കുന്നതായിട്ടോ ഇല്ല. അവനെ അഡ്രസ് ചെയ്ത് പോയിട്ട് സംസാരിക്കുന്നു. അതാണ് apostrophe. സോ apostrophic എക്സാമ്പിൾ ആണ് balls. Balls will be lost always. Little boy. ആ ലിറ്റിൽ ബോയോട് പറയുന്നതായിട്ട്, അവനെ അഡ്രസ് ചെയ്യുന്നതായിട്ട് കാണിച്ചിരിക്കുന്നു. സോ ദാറ്റ് ഇസ് ആൻ എക്സാമ്പിൾ ഫോർ apostrophe. പക്ഷെ ബോയ് ഇവിടെ പ്രസൻസിൽ അല്ല, അവർ തമ്മിൽ ഒരു കോൺവെർസേഷനോ ബോയ് ഇത് കേൾക്കുന്നതായിട്ടോ പറയുന്നില്ല. ഓക്കെ, അതാണ് apostrophe. അപ്പൊ ഇതായിരുന്നു നമ്മുടെ ഏത് പോയം? ദ ബോൾ പോം. ഇതൊക്കെയാണ് അതിനകത്തെ ഇമ്പോർട്ടൻറ്റ് ലിറ്റററി ഡിവൈസസ് ആൻഡ് ദ ലൈൻസ് വിച്ച് വി നീഡ് ടു റിമെമ്പർ. ഓക്കെ, അടുത്തത് another simple poem, Amanda by Robin Klein. റോബിൻ ക്ലെയിന്റെ അമാൻഡ. നമുക്ക് ദ വെരി ടൈറ്റിൽ അതിനകത്ത് തന്നെ നമുക്കൊരു എക്സ്ക്ലമേഷൻ മാർക്ക് കാണാൻ പറ്റുന്നുണ്ട്. എന്തുകൊണ്ട് എക്സ്ക്ലമേഷൻ മാർക്ക് യൂസ് ചെയ്തിരിക്കുന്നു? ഇൻ ഓർഡർ ടു എക്സ്പ്രസ് ഓർ ടു ഹൈലൈറ്റ് ദ ഇന്റൻസിറ്റി ഓഫ് ദ സ്പീക്കേഴ്സ് ടോൺ. ഇവിടെ നമുക്കറിയാം ആരൊക്കെയാണുള്ളത്? അമാൻഡയുടെ മദറും അമാൻഡയും. അവര് തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ എന്ന് പറയാൻ പറ്റില്ല. അമാൻഡയുടെ മദർ കൺട്രോൾ ചെയ്യാൻ നോക്കുന്നു, അമാൻഡ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. അതിന്റെ ഇമാജിനേഷൻ, അതിന്റെ ഒരു വേൾഡില്. അപ്പൊ അവിടെ ആ ഒരു സ്പീക്കറിന് ഇവിടെ നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് അമാൻഡയുടെ മദർ. അവരുടെ ആ ഒരു ഇന്റൻസിറ്റി, അമാൻഡ എന്ന് പറഞ്ഞ എപ്പോഴും അതോറിറ്റേറ്റീവ് ആയിട്ട് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു മദർ, ആ ഒരു സ്ട്രിക്ട്നെസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് എക്സ്ക്ലമേഷൻ മാർക്ക് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമുക്കറിയാം ത്രൂ ഔട്ട് അമാൻഡ എന്ന് പറയുന്നുണ്ട്. എവിടെയൊക്കെ അമാൻഡ എന്ന് പറയുന്നു മിക്കവാറുള്ള എല്ലാ സ്ഥലങ്ങളിലും ബിഗിനിങ് ലൈൻസിലൊക്കെ നമുക്ക് എക്സ്ക്ലമേഷൻ മാർക്ക് കാണാനുണ്ട്. എന്തുകൊണ്ട് എക്സ്ക്ലമേഷൻ മാർക്ക് വന്നു എന്ന് ചോദിച്ചാൽ ദിസ് ഈസ് ദ റീസൺ ടു ഹൈലൈറ്റ് ദ ഇന്റൻസിറ്റി ഓഫ് ദ സ്പീക്കേഴ്സ് ടോൺ. എന്താണ് ടോൺ? രണ്ട് ടോൺ നമുക്ക് പറയാം. ഒന്ന് അമാൻഡയുടെ പോയിന്റ് ഓഫ് വ്യൂവിലും ഒന്ന് അമാൻഡയുടെ മദറുടെ പോയിന്റ് ഓഫ് വ്യൂ. അമാൻഡാസ് മദർ എന്താണ്? അതോറിറ്റേറ്റീവ് ആണ്, വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള മദർ. അപ്പൊ സോ അതോറിറ്റേറ്റീവ് എന്ന് പറയാം. അടുത്തത് അമാൻഡ എങ്ങനെയാണ്? വളരെ ചൈൽഡിഷ് ആയിട്ട് ഒരു ഇമാജിനറി വേൾഡിൽ, ഒരു ഫാന്റസിയിൽ ലീവ് ചെയ്യുന്ന, ഡ്രീമി വേൾഡിൽ ജീവിക്കുന്ന അമാൻഡ. ഓക്കെ, സോ ചൈൽഡിഷ് ആൻഡ് ഡ്രീമി എന്നും പറയാം. അടുത്തത് തീം, കൺട്രോൾ ആൻഡ് ഫ്രീഡം. Controlled by mother, freedom yearned for by Amanda. Okay, also the responsibility of the parents in the healthy upbringing of the children. അതിനാണല്ലോ ബൈറ്റ് ചെയ്യരുത്, ടൈഡി ആക്കരുത്,
ഇങ്ങനെ അമാൻഡ ഹാൻഡ് ചെയ്യരുത്, ഇങ്ങനെ അമാൻഡയ്ക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത് ഡെഫിനറ്റ്ലി ഫോർ ഹെർ ഗുഡ് അപ്ബ്രിങ്ങിങ്. പക്ഷെ അമാൻഡയെ സംബന്ധിച്ചിടത്തോളം അതൊരു ഒരു ഒരു എന്താണ് ഫ്രീഡം ഇല്ല, അവളെ റെസ്ട്രിക്ട് ചെയ്തിരിക്കും. ഓക്കെ, സോ തീം അതാണ്. ഇനി ബ്രാക്കറ്റ്സ് യൂസ് ചെയ്തിട്ടുണ്ട് അല്ലെ, ഇൻ ബിറ്റ്വീൻ ബ്രാക്കറ്റ്സിനകത്താണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഈ ബ്രാക്കറ്റിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത് എന്താണ്? അമാൻഡയുടെ തോട്ട്സ് ആണ്. അമാൻഡയുടെ തോട്ട്സ് ആണ് ബ്രാക്കറ്റ്സിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അമാൻഡയുടെ തോട്ട്സും അമാൻഡയുടെ ഇമാജിനേഷനും. ഷീ ഇമാജിൻ ഹെർസെൽഫ് ആസ് എ mermaid, as an orphan and also as a Rapunzel. അപ്പം ഇതെല്ലാം മെൻഷൻ ചെയ്തിരിക്കുന്നത് അവളുടെ തോട്ട്സ് പ്രോസസ്, അവളുടെ ഡ്രീംസ്, എന്ത് വേണം എങ്ങനെ വേണം നമുക്ക് അതിനെ പറയാം, ആ ഒരു തോട്ട്സിനെയാണ് ബ്രാക്കറ്റ്സിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. പോയറ്റിക് ഡിവൈസസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി റെപ്പറ്റേഷൻ ഉണ്ട്. അമാൻഡ എന്നുള്ള വേർഡ് തന്നെ റിപ്പീറ്റ് ചെയ്യുന്നു. ഡോണ്ട് ഡു, ഡിഡ്, സ്റ്റോപ്പ്, ഈ വേർഡ്സ് ഒക്കെ റിപ്പീറ്റ് ചെയ്തിരിക്കുന്നു. അല്യൂഷൻ, അനദർ ഇമ്പോർട്ടൻറ്റ് പോയറ്റിക് ഡിവൈസ് വി നീഡ് ടു റിമെമ്പർ. അല്യൂഷൻ എന്ന് പറയുന്നത് റെഫറൻസ് ടു സം ലിറ്റററി ക്യാരക്ടേഴ്സ്, ലിറ്റററി ഫിഗേഴ്സ്. അപ്പൊ നേരത്തെ നമ്മൾ വായിച്ചിട്ടുള്ള ഏതെങ്കിലും വർക്ക് ആവാം, മൈനറോ മേജറോ ആവാം, അതിനകത്ത് ഏതെങ്കിലും ക്യാരക്ടേഴ്സ് ആവാം, അല്ലെങ്കിൽ നമ്മൾ കേട്ടിട്ടുള്ള ഏതെങ്കിലും ഹിസ്റ്റോറിക്കൽ ക്യാരക്ടർ ആവാം. അപ്പൊ അതിനെ മെൻഷൻ ചെയ്യുന്നു ഇൻ ദ കറന്റ് ലിറ്റററി വർക്ക്. നമ്മളിപ്പോൾ റീഡ് ചെയ്യുന്ന വർക്കിൽ അവരെ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ്സ് ആൻ എക്സാമ്പിൾ ഫോർ അല്യൂഷൻ. ഇതേപോലെ ഒരു അല്യൂഷൻ നമുക്ക് ദ ടെയിൽ ഓഫ് കസ്റ്റാർഡ് ഡ്രാഗണിലും കാണാനുണ്ട്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്, 2 വീഡിയോസിലും അത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അല്യൂഷൻ. ഇപ്പൊ ഇവിടെ എന്താണ്, മെർമെയ്ഡ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറും റപ്പൺസേലും നമ്മളെല്ലാവരും ഫെമിലിയർ ആയിട്ടുള്ളതാണ് മെർമെയ്ഡും റപ്പൺസേലും എന്താണെന്നുള്ളത്. സോ അതിനെ അല്യൂഡ് ചെയ്തിരിക്കുന്നത്. ഓ ഷീ ഇമാജിൻ ഹെർസെൽഫ് ടു ബി എ മെർമെയ്ഡ് ഓർ എ റപ്പൺസെൽ. ദാറ്റ്സ് ആൻ എക്സാമ്പിൾ ഫോർ അല്യൂഷൻ. ഓക്കെ, അടുത്തത് അല്യൂറ്ററേഷൻ. Stop that slouching, sir sound, sit up straight, sir sound, റിപ്പീറ്റ് ചെയ്തിരിക്കുന്നു. മെറ്റഫർ, സൈലൻസ് ഗോൾഡൻ ആണെന്ന് പറയുന്നത് ഡയറക്ട്ലി കമ്പയർ ചെയ്തിരിക്കുകയാണ് അല്ലെ. സൈലൻസ് ഇസ് ഗോൾഡൻ, ദാറ്റ്സ് ആൻ എക്സാമ്പിൾ ഫോർ മെറ്റഫർ. ഫ്രീഡം ഈസ് സ്വീറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ദെൻ കംസ് അനഫോറ. അനഫോറ റെപ്പറ്റേഷൻ, നമുക്ക് നേരത്തെ ഡിസ്കസ് ചെയ്തു. ഡോണ്ട് ബൈറ്റിനകത്ത് ഡോണ്ട്, ഡിഡ് യു ഫിനിഷ്, ഡിഡ് യു ടൈഡിയിലെ ഡിഡ്. ഓക്കെ, ഇത്രയുമാണ് നമ്മുടെ അമാൻഡ പോയത്തിൽ ഓർത്തിരിക്കേണ്ടത്. അടുത്തത് ഫോർ ആൻ ഗ്രിഗറി ആണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. For Anne Gregory, written by William Butler Yeats. Yeats എന്ന് പ്രൊനൗൺസ് ചെയ്യരുത്, Yeats. ഓക്കെ, വില്യം ബട്ട്ലർ യെറ്റ്സ്. ഇതിന്റെ ടോൺ കോൺവെർസേഷണൽ ആണ് അല്ലെ. കോൺവെർസേഷൻ ബിറ്റ്വീൻ എ യങ് മാൻ ആൻഡ് എ യങ് വുമൺ. ഇതിന്റെ തീം എന്താണ്? ഇന്നർ ആൻഡ് ഔട്ടർ ബ്യൂട്ടി, വാല്യൂ ഇന്നർ ബ്യൂട്ടി എന്നുള്ളതാണ് ഇതിനകത്ത് പറയുന്നത്. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന റൈം സ്കീം നോക്കുക. ഇവിടെ ഞാൻ റൈം സ്കീം ഒന്നുകൂടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എൻഡ് വേർഡ്സ് എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റാൻസയുടെ 3 സ്റ്റാൻസായി പോയമാണ്. ഇതിനകത്ത് ഫസ്റ്റ് സ്റ്റാൻസയാണ് എടുത്തിരിക്കുന്നത്. എ മാൻ, ഡെസ്പെയർ, ഹണി, ഇയർ, എലോൺ, ഹെയർ. നോക്കിയ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. മാൻ എ കൊടുത്തു, ഡെസ്പെയറിന് ബി കൊടുത്തു, ഹണി കളർ തമ്മിൽ ഒരു ബന്ധവുമില്ലാത്തതുകൊണ്ട് സി എന്ന് കൊടുത്തു. എഗെയിൻ ഇയർ വന്നപ്പോൾ ഡെസ്പെയറുമായിട്ട് റൈം ചെയ്യുന്നു, ബി കൊടുത്തു. എലോൺ വന്നപ്പോൾ ഡിഫറെന്റ് ആണ്, ഡി കൊടുത്തു. ഹെയർ വന്നപ്പോൾ ഡെസ്പെയറുമായിട്ട് റൈം ചെയ്യുന്നതുകൊണ്ട് ബി കൊടുത്തു. സോ എ ബി സി BDB ആണ് അതിന്റെ റൈം സ്കീം വരുന്നത്. സോ ഫോർ ദ എക്സാം ഒരു ലൈൻസ് തന്നിട്ട് റൈം സ്കീം കണ്ടുപിടിക്കാൻ പറയാം. അതുകൊണ്ട് എങ്ങനെ കണ്ടെത്തണം എന്ന് അറിയാമെങ്കിൽ ഇറ്റ് വിൽ ബി ഈസി. ഓക്കെ, ഇനി പോയറ്റിക് ഡിവൈസസ് ഏതൊക്കെയാണ്? ഫസ്റ്റ് ഓഫ് ഓൾ മെറ്റഫർ. അതായത് നമുക്ക് ഇതിനകത്തൊരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് ആനായിരിക്കും ആ യങ് ഗേൾ എന്ന് നമുക്ക് ഇമാജിൻ ചെയ്യാം. ഡയറക്ട്ലി പറയുന്നില്ലെങ്കിൽ പോലും നമുക്ക് അങ്ങനെ പറയാം, അങ്ങനെ ഇമാജിൻ ചെയ്യാം. ഫോർ ആൻ ഗ്രിഗറി എന്നാണല്ലോ പോയം, അതുകൊണ്ട് തന്നെ. അപ്പം ആൻ ഗ്രിഗറിയുടെ ഹെയർ ആണ് അവിടുത്തെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ അല്ലെ. സച്ച് എ ബ്യൂട്ടിഫുൾ ഹെയർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അവളുടെ ഹെയറിനെയാണ് എല്ലാവരും ലവ് ചെയ്യണമെന്നൊക്കെയാണ് പറയുന്നത്. സോ ഷീ ഈസ് ബ്യൂട്ടിഫുൾ. സോ മെറ്റഫർ വരുന്നു. എന്താണ്? ഹണി കളേർഡ് റാംപാർട്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് അവളുടെ ഹെയറിനെയാണ്. റാംപാർട്സ് എന്ന് പറയുന്നത് ഫോർട്ട് ആണ്. അവളുടെ ഇയറിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ഫോർട്ട് പോലെയാണ് ഹെയർ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അടുത്തത് അലിറ്ററേഷൻ. യുവർ യെല്ലോ ഹെയർ. അലിറ്ററേഷൻ യെസ് സൗണ്ട് റിപ്പീറ്റ് ചെയ്തിരിക്കുന്നു. അനഫോറ, ദാറ്റ് എന്നുള്ള വേർഡ് റിപ്പീറ്റ് ചെയ്തിരിക്കുന്നു. നോക്കി, ദാറ്റ് ഐ ഹാഡ് ഫൗണ്ട് എ ടെക്സ്റ്റ് ടു പ്രൂവ് ദാറ്റ് ഓൺലി ഗോഡ് മൈ ഡിയർ എന്ന് പറയുന്നത് ദാറ്റ് എന്നുള്ള വേർഡ് റിപ്പീറ്റ് ചെയ്തിരിക്കുന്നു. നൗ ആ ഒരു സെന്റൻസ് എന്താണ്? ദാറ്റ് ഐ ഹാഡ് ഫൗണ്ട് എ ടെക്സ്റ്റ് ടു പ്രൂവ് ദാറ്റ് ഓൺലി ഗോഡ് മൈ ഡിയർ. അതിന്റെ എക്സ്പ്ലനേഷൻ എന്താണ്? അവസാനം പോയിട്ട് പറയുകയാണ് അല്ലെ, ഞാൻ ഒരു റിലീജിയസ് മാൻ ഒരു കഴിഞ്ഞ ദിവസം പറയുന്നത് കേട്ടു. അദ്ദേഹം ഒരു ടെക്സ്റ്റിൽ കണ്ടു, എന്താണ്, only God is capable of loving a human being
beyond their outer beauty, or only God is capable of loving a person for his inner beauty or for his soul. അല്ലേ? Humans do not have that depth and understanding to look into the soul of a person. അത് മനസ്സിലാക്കാനുള്ള കഴിവ് ഹ്യൂമൻ ബീങ്സിന് ഇല്ല എന്നാണ്. only God എന്നാണ്. ഗോഡിന് മാത്രമേ, only God my dear, ഗോഡിന് മാത്രമേ അങ്ങനെ ലവ് ചെയ്യാൻ പറ്റുള്ളൂ. എന്തിന്? സോളിനെ ലവ് ചെയ്യാൻ, അല്ലെങ്കിൽ സോളിന്റെ ബ്യൂട്ടി കണ്ട് ലവ് ചെയ്യാനായിട്ട് ഗോഡിന് മാത്രമേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാണ് ആ പോയം എൻഡ് ചെയ്യുന്നത്, അല്ലേ? അപ്പം അതിനകത്ത് ഇനി യൂസ് ചെയ്തിരിക്കുന്ന മറ്റൊരു പോയറ്റിക് ഡിവൈസസ് നോക്കാം. മെറ്റോണിമി. മെറ്റോണിമി എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഇവിടെ നമ്മൾ ഓൾറെഡി മെറ്റോണിമി ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ക്യാരറ്റ് എന്തിനെയാണ് റിപ്രസെന്റ് ചെയ്യുന്നത്? ക്യാരറ്റ് എന്ന് യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് ഇൻ ദ ലൈൻ and set such color there, brown or black or carrot. അവിടെ ക്യാരറ്റ് റെപ്രസെന്റ് ചെയ്യുന്നത് ഓറഞ്ച് കളറിനെയാണ്, ഓറഞ്ച് ഹെയർ കളറിനെയാണ്. ഓക്കെ, അടുത്ത അലിറ്ററേഷൻ, ഹെർ സൗണ്ട് റിപ്പീറ്റ് ചെയ്തിരിക്കുന്നു. then repetition of the word yellow hair ഒത്തിരി തവണ വരുന്നുണ്ട്. ഓൾസോ റിഫ്രൈൻ, കേട്ടോ, ഇവിടെ റിഫ്രൈൻ വരുന്നു. in the first stanza, I'm not your yellow hair. Second stanza, I'm not my yellow hair. And in the last stanza again, not your yellow hair. അപ്പം അത് റിഫ്രൈൻ എന്ന് പറഞ്ഞ എന്താണ്? റെപ്പറ്റീഷൻ ഓഫ് എ ലൈൻ ത്രൂ ഔട്ട് ദ പോം, അതാണ് റിഫ്രൈൻ. ഇവിടെ 3 ടൈംസ് വന്നിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് അതിനെ റിഫ്രൈൻ എന്ന് പറയാം. അപ്പൊ ഇത്രയുമാണ് ഇതിനകത്തെ ഫൊറാൻ ഗ്രിഗറിയിലെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ടു റിമെമ്പർ. ഓക്കെ, അടുത്തത് ഫോഗ് ബൈ കാൾ സാൻഡ്ബർഗ്. ഓക്കെ, ഇതിന്റെ തീം എന്ന് പറഞ്ഞാൽ നേച്ചർ പോമാണ്. ഫോഗിനെയാണ് അവിടെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. ഒരു വളരെ റിഫ്ലക്റ്റീവ് ആയിട്ടുള്ള ഒരു പോയമാണ്. നമ്മുടെ വേൾഡിലുള്ള മിസ്റ്ററീസിനെ കുറിച്ച് അല്ലെങ്കിൽ പറയാം ഫിനോമിനൻ ഓഫ് നേച്ചർ, അതിനെ ഡിസ്കസ് ചെയ്തിരിക്കുകയാണ്. നോക്കിക്കേ, അവിടെ നമുക്കറിയാം ഇത് ഫ്രീ വേഴ്സ് ആണ്, പ്രത്യേകിച്ച് റൈം സ്കീം ഒന്നും ഇല്ല. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന പോയറ്റിക് ഡിവൈസസ് എന്ന് പറയുമ്പോൾ ഇമേജറിയും മെറ്റഫറുമാണ്. അപ്പം എന്താണ് ഇമേജറി എന്ന് പറയുമ്പോൾ എന്താണ്? ഫോഗിനെ വളരെ ഭംഗിയായിട്ട് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മൂവ്മെന്റ് ഓഫ് ദ ഫോഗ് പറഞ്ഞിട്ടുണ്ട്. ഫോഗ് വരുന്നു, ഫോഗ് ഇരിക്കുന്നു, ഫോഗ് പോകുന്നു എന്ന് പറയുമ്പോൾ ഒരു മൂവ്മെന്റ് ഉണ്ട്. അതൊരു ഇമേജറിക്ക് എക്സാമ്പിൾ ആണ്. പിന്നെ മെറ്റഫർ എന്ന് പറഞ്ഞാൽ എന്താ? ഫോഗിനെ കമ്പയർ ചെയ്തിരിക്കുന്നത് ഒരു ക്യാറ്റിനോടാണ്. എന്താണ് ക്യാറ്റിന്റെ പ്രത്യേകത? വളരെ സെക്രട്ടീവ് ആയിട്ടുള്ള ഒരു ആനിമലാണ്, സ്നേക്കിയാണ്, അല്ലെ? ഇങ്ങനെ ഒളിഞ്ഞ് പതുങ്ങി അങ്ങനെയാണ് ക്യാറ്റ്. മാത്രമല്ല ഒരു സോളിറ്ററി, ബട്ട് ഒറ്റയ്ക്ക് എവിടെങ്കിലും ഒറ്റയ്ക്ക് ചെന്ന് അവിടെ കിടന്നുറങ്ങി അവന് ഇഷ്ടമുള്ളപ്പോൾ എഴുന്നേറ്റ് പോയി, അങ്ങനെയാണ് ക്യാറ്റിന്റെ നേച്ചർ. മാത്രമല്ല എപ്പോഴും ക്യാറ്റ് എന്ന് പറഞ്ഞാൽ ഒരു മിസ്റ്ററി ഉണ്ടെന്നാണ്, മിസ്റ്റീരിയസ് ആയിട്ടാണ് പറയുന്നത്. എന്ന് പറയുന്നത് പോലെ വളരെ ക്വയറ്റ് ആയിട്ടാണ് ഈ ഫോഗിന്റെ കാര്യം. ഫോഗ് വന്നു, കുറച്ചു നേരം അവിടെ ആ ഒരു അറ്റ്മോസ്ഫിയറിൽ തങ്ങി നിന്നു, മതി നോക്കി പതുക്കെ പോയി. വന്നതും ആരും പറഞ്ഞില്ല, പോയതും ആരും പറഞ്ഞില്ല. അതാണ്, അത്രയും ക്വയറ്റ് ആണ്. അപ്പൊ ക്യാറ്റിനോടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്. സോ ദാറ്റ്സ് ആൻ എക്സാമ്പിൾ ഫോർ മെറ്റഫർ. ദെൻ ട്രാൻസ്ഫേർഡ് എപ്പിത്തറ്റ് ഉണ്ട്. നമ്മൾ ട്രാൻസ്ഫേർഡ് എപ്പിത്തറ്റ് ഓൾറെഡി നമ്മൾ പറഞ്ഞു. എന്താണ് ട്രാൻസ്ഫേർഡ് എപ്പിത്തറ്റ്? അപ്പൊ ഇവിടെ ഓൺ സൈലന്റ് ഹോഞ്ചസ്. ആക്ച്വലി അവിടെ ആരാണ് സൈലന്റ്? ഫോഗ് ആണ് സൈലന്റ്, അല്ലെ? പക്ഷെ സൈലന്റ് എന്നുള്ള വേർഡ് യൂസ് ചെയ്തിരിക്കുന്നത് വേ ഓഫ് സിറ്റിങ്ങിന്റെ കൂടെയാണ്, ഹോഞ്ചസിന്റെ കൂടെയാണ്. ഓക്കെ, ഹോഞ്ചസ് എന്ന് പറയുന്നത് ദ വേ ഓഫ് സിറ്റിംഗ്, അല്ലെ? അപ്പം സൈലന്റ് യൂസ് ചെയ്തിരിക്കുന്ന ഹോഞ്ചസിന്റെ കൂടെ. സോ ട്രാൻസ്ഫേർഡ് എപ്പിത്തറ്റ്. ദെൻ പെർസോണിഫിക്കേഷൻ. ഇറ്റ് സിറ്റ്സ് ലുക്കിംഗ് ഓവർ ഹാർബർ. ആരാണ് ഇറ്റ്? ഫോഗ് സിറ്റ്സ്. നമുക്ക് ഇമാജിൻ ചെയ്യാം, ഫോഗ് മൂവ് ചെയ്തു, ഫോഗ് വന്നു, ഫോഗ് ഇരുന്നു എന്നൊക്കെ പറയുമ്പോൾ തന്നെ അതെന്താണ്? പെർസോണിഫിക്കേഷൻ ആണ്. ഫോഗിനെയാണ് അവിടെ പെർസോണിഫൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത്രയുമാണ് ഫോഗിലും നമ്മൾ ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാം തന്നെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് മിനിറ്റ് എല്ലാം വായിച്ചിട്ട് പോകാൻ പറ്റാത്തവരെ മീൻ ചെയ്താണ് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. അതല്ലെങ്കിൽ നന്നായി പഠിച്ചിട്ടുള്ളവർക്കൊന്ന് കേട്ട് പോവാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ചെയ്തിരിക്കുന്നതാണ്. എല്ലാ ഒരു പ്രധാനപ്പെട്ടതും അല്ലെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ പോയറ്റിക് ഡിവൈസസും ഒരു വീഡിയോയിലൂടെ കവർ ചെയ്തിട്ടുണ്ട്. സോ ഹോപ്പ് ദിസ് വിൽ ബി beneficial to you. Thank you all.